ഇവിടെ വീടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. തുടക്കത്തിൽ ഇതാ ഇവിടെ അങ്ങനെ അടുക്കളയിൽ നിന്ന് വരുന്ന ഒരു ടാങ്കുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വർക്കുകൾ. ഇതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദിയുണ്ട്. നന്ദി ഇപ്പോൾ അവർക്കൊന്നും പറയാനറിയില്ല. അപ്പോൾ എനിക്കറിയണ മാതിരിയൊക്കെ ഞാൻ പറയാം. ഇതാണ് ആ പയ്യൻ. പിന്നെ ഈ ഒരു ഫാനുണ്ടല്ലോ, ഇത് കളത്തുകുണ്ടിലെ ബഷീറിൻ്റെ വകയാണ്. പിന്നെ ഈ ഒരു ഫാന് ഹംസ കള്ളിയത്തൊടി, നമ്മുടെ വടവേര ഹംസ ഉണ്ടല്ലോ, ഹംസയുടെ വകയാണ് അത്. പിന്നെ അപ്പം വീടൊന്നും കാണിച്ചില്ലെന്ന് മാത്രം. പ്രവാസികൾ പല ആൾക്കാരും ഈ ഉള്ളൊക്കെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ എന്തായാലും അവരുടെ കഴിവിൻ്റെ പരമാവധിയൊക്കെ അവർ സഹകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കള്ളിയത്തൊടിയിലെ ഹംസയുടെ വകയായിട്ട് ആയിട്ടുണ്ട്. ഇത് കള്ളിയത്തോട് ഹംസള, വടകര ഹംസള വകയാണ്. പിന്നെ അതേമാതിരി ഇതും ഹംസള വകയാണ്. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് ഇരുന്നിട്ട് ഒരാഴ്ച ആയിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കോലാഹലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുക്കള ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരാഴ്ചയുടെ ഇത് കാരണമുള്ള ഒരാഴ്ച നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പുറത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നത് അതും ചേർത്തിട്ട് കുറച്ച് വാങ്ങിയതിന് ശേഷം ഇട്ടത്. പിന്നെ ഈ മണ്ണൊക്കെ ഉണ്ടല്ലോ, ഇത് വീതി കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഒരു വല്ല വിറകോ തുണി ഉണക്കാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ആയി. എന്തായാലും അവർ താമസം തുടങ്ങി. പിന്നെ എത്ര വീതി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ, കണ്ടോ ഈ വീതി. അപ്പോൾ ഈ വീതി ഇവിടെ തന്നെ വരുത്തിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ടാവും. ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കുറേ ക്ഷമിക്കാം. അറിയണ മാതിരിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കോണി, പിന്നെ അതിലിങ്ങനെ ഒരു ഇതുണ്ട്, വേസ്റ്റ് വെള്ളത്തിന്, ബാത്റൂമിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളത്തിന്. അത് നമ്മുടെ ഒരു സഹോദരനാണ്. നമ്മുടെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പറയേണ്ട പറഞ്ഞു. അവനും അവൻ്റെ മക്കളും കൂടി വന്നിട്ടാണ് അത് ആ ടാങ്ക് അതിൽ കറക്കി തന്നത്. അത് ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും സഹകരിച്ച, മുകൾക്ക് കയറണില്ല, എന്തായാലും സഹകരിച്ച ആൾക്കാർക്കും ഇതുമായിട്ട് പല ആൾക്കാരും സാമ്പത്തികമായും ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.